ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ മഹാറാലിയിൽ മമതാ ബാനർജിയാണ് പട്ടിക പ്രഖ്യാപിച്ചത്. ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ ബെഹ്റംപൂരിൽ കോൺഗ്രസിന്റെ ആധിർ രഞ്ജൻ ചൌധരിക്കെതിരെ മത്സരിക്കും. കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയും അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹയുമാണ് സ്ഥാനാർത്ഥികൾ. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് ഇത്തവണയും ഡയമണ്ട് ഹാർബറിലെ സ്ഥാനാർത്ഥി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ശത്രുഘ്ൻ സിൻഹ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ മത്സരിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള പലരും ഇത്തവണയും പട്ടികയിലുണ്ട്. ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാവരും തന്നെ പട്ടികയിലുണ്ട് എന്ന് പറയാം. ആധിർ രഞ്ജൻ ചൌധരിക്കെതിരെ യൂസഫ് പഠാനെ നിർത്തിക്കൊണ്ടുള്ളൊരു മത്സരം, ആ തരത്തിലേക്കൊക്കെ എങ്ങനെ നമുക്ക് വിലയിരുത്താം പട്ടികയെ? അനുജ, ഈ വങ്കനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമാകാനായിട്ടിരുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസും ബദ്ധവൈരികളായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും തമ്മിൽ ചേരും എന്ന ഒരു നിരീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ വിമർശനങ്ങൾ ഇരു പാർട്ടികളും തമ്മിൽ, പ്രത്യേകിച്ച് ഇരു വിഭാഗങ്ങളും തമ്മിൽ, കോൺഗ്രസും CPM-ഉം ഉൾപ്പെടുന്ന ഇടത് നിരയും ഒപ്പം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ BJP എതിർക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിക്കും എന്നാണ് കരുതിയത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 42 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP-യെ പശ്ചിമ ബംഗാളിൽ തളയ്ക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന നിലപാട് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി ഇന്ന് നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയമായിട്ട് ഏറെ ശ്രദ്ധേയവും കൂടിയാണ്. അവർ പറയുന്നത്, രാജ്യത്ത് മതേതരത്വം നിലനിർത്തണമെങ്കിൽ, BJP-യെ തടയണമെങ്കിൽ അതിന് തൃണമൂൽ കോൺഗ്രസിന് പോലെയുള്ള പാർട്ടികൾ കരുത്താർജിക്കണം എന്നുള്ളതാണ്. മമതാ ബാനർജി വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്കറിയാനായി സാധിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ മഹുവ മൊയ്ത്രയുടെ സ്ഥാനാർത്ഥിത്വം ഇത്തവണ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരിക്കും. ഒപ്പം അഭിഷേക് ബാനർജി, ശത്രുഘ്ൻ സിൻഹ, യൂസഫ് പഠാൻ ആദിർ രഞ്ജൻ ചൗധരിയാണ് നേരിടാനായിട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവാണ്. ഒപ്പം പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ആദിർ രഞ്ജൻ ചൗധരി. മമതാ ബാനർജിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള കോൺഗ്രസിലെ എതിരാളി എന്ന് ആദിർ രഞ്ജൻ ചൗധരിയെ പറയാം. അതുകൊണ്ട് ആദിർ രഞ്ജൻ ചൗധരിയെ ഇത്തവണ ഏത് വിധത്തിലും പരാജയപ്പെടുത്തുക എന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് പഠാനെ നിയമിച്ച് ഇരിക്കുന്നത്. കീർത്തി ആസാദ് ബർദ്ദമാനിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഡാർജിലിംഗിൽ നിന്ന് ഗോപാൽ ലാമ മത്സരിക്കുന്നുണ്ട്. ബരക്പൂരിൽ നിന്ന് പർദ ഭൗമിക് മത്സരിക്കുന്നുണ്ട്. ഡുംഡുമിൽ നിന്ന് സൗഗത റോയ് മത്സരിക്കുന്നുണ്ട്. ബസീർഹട്ടിൽ നിന്ന് ഹാജി നൂറുൽ ഇസ്ലാം മത്സരിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു നിര തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ BJP നടത്തുന്ന എല്ലാ എതിർ പ്രചരണങ്ങളെയും തള്ളിക്കൊണ്ട് ഇന്ന് ബ്രിഗേഡ് മൈതാനിയിൽ നടന്ന ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അങ്ങനെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഏറെ ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കും. അസമിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കൂടി TMC വ്യക്തമാക്കുന്നുണ്ടല്ലേ ആർ.കെ? തീർച്ചയായിട്ടുമാണ് അനുജ. അസം അടക്കമുള്ള ഇടങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തിയെ അംഗീകരിക്കാൻ സാധിക്കാത്ത എല്ലായിടത്തും ഒറ്റയ്ക്ക് നിലകൊണ്ട് വിജയം ഉറപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിലെ സ്ഥാനാർത്ഥി പട്ടിക. മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അസമിലും ഒറ്റയ്ക്കായിരിക്കും മത്സരം എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്.